दिवाकर रुचिर कलेवर उदित कृपाकरणे। കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 2024 വർഷത്തെ വിനായക ചതുർത്ഥി മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ 1008 നാളികേരക്കൂട്ടിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കഴിഞ്ഞ് ഗജകൂട്ട് അതിൻ്റെ പൂജകളെല്ലാം കഴിഞ്ഞു. ഇനി കളഭാഭിഷേകമാണ്. കളഭാഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ മഹാ അന്നദാനം. ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങളുള്ള അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. വൈകിട്ട് ഗജഘോഷയാത്ര വൈകിട്ട് 5 മണിക്ക് പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ഗണപതി ഭഗവാനെ വർഷത്തിൽ ഒരു പ്രാവശ്യം എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഇവിടെ നടക്കും. അത് 7:45 ആ ചടങ്ങ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കുള്ള മോദക വഴിപാട് ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമുള്ള മോദകം വഴിപാട് ഇവിടെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. വൻപിച്ച ഭക്തജന തിരക്കാണ്. ഇതിനെല്ലാം സ്വാഗത സംഘം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വിനായക സജിത് കുമാർ തന്നെയാണ് നേതൃത്വം നൽകുന്നത് എന്നുള്ള വിവരം കൂടി ഈ അവസരത്തിൽ നിങ്ങളെല്ലാം ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ കൊച്ചുപാറക്കൻ അനിൽ 2 വാക്ക് സംസാരിക്കുന്നത്. ഇന്ന് അതിരാവിലെ പോലെ തന്നെ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നത്തെ പ്രധാന വഴിപാട് മോദകമാണ്. ആ മോദകം വാങ്ങിക്കുന്നതിനുള്ള ക്യൂ നീണ്ട നിര ഇപ്പോഴും നീണ്ടൊരു ക്യൂ കാണാൻ പറ്റും. അങ്ങേയറ്റത്തെ 1995 ആരംഭിച്ച ഈ ഗണേശോത്സവം ഈ 30 വർഷം പിന്നിടുമ്പോഴും അതിൻ്റെ ഒരു മനോഹാരിത അല്ലെങ്കിൽ ആ ഭക്തി ആദരണയുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് ഓരോ വർഷം കൂടിക്കൂടി വരികയാണ്. എന്തായാലും ഇത് തുടക്കം മുതൽ ഈ 30-ാം വർഷം വരെ എൻ്റെ നേതൃത്വം വഹിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ പിൻവാങ്ങുന്നു. നമസ്കാരം.